നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 8ൻ്റെ പണി വന്നിരിക്കുകയാണ്. ഇനി മുതൽ ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾ ഫോൺ പേ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ 100 രൂപ നിങ്ങൾക്ക് സർവീസ് ചാർജ് ഈടാക്കി തുടങ്ങും. അതായത് നമ്മൾ UPI ആപ്പുകൾക്ക് വേണ്ടി ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, മറ്റ് സൂപ്പർ മണി പോലുള്ള ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഫോൺ പേക്കകത്ത് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫോൺ പേയിൽ നമുക്ക് വാലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വാലറ്റ് ഉപയോഗിക്കാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ പേക്കകത്ത് നമുക്ക് 100 രൂപ സർവീസ് ചാർജ് ഈടാക്കുമെന്നാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യം അറിഞ്ഞു വെക്കുക. അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫോൺ പേയുടെ വാലറ്റ് ഡീആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം ഈ വീഡിയോ ഭാഗത്ത്. അപ്പോൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾ, ഫോൺ പേക്കകത്ത് വാലറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സർവീസ് ചാർജായിട്ട് 100 രൂപ നിങ്ങളിൽ നിന്ന് പിടിക്കില്ല. അപ്പോൾ അതെങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഫോൺ പേ ഓപ്പൺ ചെയ്യുകയാണ്. കാരണം നമ്മളൊക്കെ സാധാരണ UPI ആപ്പുകൾക്ക് വേണ്ടി ഓരോ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ UPI ആപ്പിന് വേണ്ടി ഉപയോഗിച്ച ഫോൺ പേ പോലുള്ള ആപ്പുകൾ നമ്മൾ തീരെ ഉപയോഗിക്കാറ് പോലുമില്ല. എന്നാൽ അത്തരം ആളുകൾക്ക് വെറുതെ ഫോൺ പേ ആക്റ്റീവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ വാലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ അത് ക്ലോസ് ചെയ്യുക, ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നതിന് ഫോൺ പേ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഫോൺ പേക്കകത്ത് ഇവിടെ കാണാൻ സാധിക്കും ഫോൺ പേ വാലറ്റ് എന്നുള്ളൊരു ഫീച്ചർ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. UPIക്ക് വേണ്ടി, അതായത് നമ്മൾ സാധാരണ ഗൂഗിൾ പേ പോലെ പേയ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഫോൺ പേയിൽ വാലറ്റ് ആക്റ്റീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോൺ പേ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഇവിടെ ഫോൺ പേ വാലറ്റ് എന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്നതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാനും ഇവിടെ വെച്ച് ട്രാൻസ്ഫർ ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാലറ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കാണും. ഈ ക്വസ്റ്റ്യൻ മാർക്കിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഇവിടെ ഏറ്റവും അവസാനം നിന്ന് മുകളിൽ കാണുന്ന റീആക്ടിവേറ്റിംഗ് ക്ലോസിംഗ് ഫോൺ പേ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഡീറ്റെയിൽസുകൾ കാണും. ഇതിനകത്ത് രണ്ടാമത് കാണുന്ന ഹൗ ഡു ഐ ക്ലോസ് മൈ ഫോൺ പേ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ അതിൻ്റെ ഒരു കാറ്റഗറി കാണാൻ സാധിക്കും, എങ്ങനെയാണ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലോസ് വാലറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റീസൺ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്ലീസ് ഡീആക്ടിവേറ്റ് മൈ വാലറ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഈ പോപ്പപ്പിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് പ്ലീസ് ഡീആക്ടിവേറ്റ് മൈ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ക്ലോസ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇതുപോലൊരു പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇതിനകത്ത് 4 ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ അൺഹാപ്പി വിത്ത് സർവീസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് കൺഫേം ഡീആക്ടിവേഷൻ വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇതിനുശേഷം ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഡീആക്ടിവേറ്റ് വാലറ്റ് എന്നുള്ള ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് കൊടുത്ത് തുടർന്ന് വരുന്ന പോപ്പപ്പിൽ ഇതിൽ യെസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വാലറ്റ് ഇപ്പോൾ നിലവിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് ഒന്ന് കാണാൻ സാധിക്കും, യുവർ ഫോൺ പേ വാലറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്ലോസ്ഡ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ വാലറ്റ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിവിടെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ മെസ്സേജ് ഒന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പേയിൽ നിന്ന് 3 മാസം കൂടുമ്പോൾ 100 രൂപ നഷ്ടപ്പെടുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ഇതിനകത്ത് UPI ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന വാലറ്റ് മാത്രമാണ്. വാലറ്റ് ആക്റ്റീവ് ചെയ്ത ആളുകൾ ഇത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.